അങ്ങനെ ഇത്തവണത്തെ ഓണത്തിന് പൂക്കൾ റെഡിയായി കഴിഞ്ഞു. രാവിലെ തന്നെ പരിപാടി തുടങ്ങി. പിന്നെ ഓണക്കളികളും മാവേലിയുടെ വരവേൽപ്പും അത്തപ്പൂക്കളം തയ്യാറാക്കലും അങ്ങനെ പേരൻസിന് ഓണക്കളികളും കുഞ്ഞുങ്ങളുടെ കളികളും മത്സരങ്ങളും വിജയ പ്രഖ്യാപിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളി തകൃതിമയായിട്ട് നടക്കുകയായിരുന്നു ഓണം പരിപാടികൾ. അപ്പം ഇത്രയും വിപുലീകരിച്ച് ആദ്യമായിട്ടാണ് നടത്തുന്നത്. അപ്പം പുതിയ അച്ഛമായിരുന്നു ശാന്തി ടീച്ചറിൻ്റെ മേൽനോട്ടത്തിൽ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെ അടിപൊളിയായിട്ട് നടന്നു. പിന്നെ പേരൻസ് പ്രത്യേകം പറയണം, അവരാണ് എല്ലാ വിഭവങ്ങളും ഓരോരുത്തരും ഓരോ വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് വന്ന് സദ്യ കെങ്കേമമാക്കി, പായസം ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പേരൻസും ഫാമിലിയും എല്ലാം ഒരുമിച്ചിരുന്ന് ഒരു ഓണസദ്യ കൂടുക, സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്, പ്രത്യേക സന്തോഷം തന്നെയാണ്. ഇങ്ങനെ ആഘോഷവേളകളൊക്കെ ആകുമ്പോഴല്ലേ സന്തോഷിക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ കുഞ്ഞിക്കുട്ടൻ്റെ അത്തപ്പൂക്കളത്തെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതാണ് ഞങ്ങൾ ലാസ്റ്റിലിരുന്ന് ഞങ്ങൾ സദ്യ കഴിച്ചു കേട്ടോ. നല്ല സ്വാദുള്ള സദ്യയായിരുന്നു. അതുകൊണ്ട് പിന്നെ ആസ്വദിച്ച് കഴിക്കാമെന്ന് വെച്ചു. അപ്പം പിന്നെന്താ പറഞ്ഞത്, ഫാമിലിയായിട്ടും കൂട്ടുകാരുമായിട്ടൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നതും വളരെ ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് എപ്പോഴും. അപ്പുക്കുട്ടൻ്റെ ചേച്ചിമാരുമായിട്ടൊക്കെ കളിയും ചിരിയൊക്കെ തുടങ്ങി. പിന്നെ എന്താ പറയുന്നത്, ഞങ്ങളകതൊക്കെ കണ്ടു, ഞങ്ങൾ കഴിക്കുന്ന തിരക്കിലുമായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ.